നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമുക്ക് സന്ധ്യയ്ക്ക് മുമ്പായിട്ട് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ ചെയ്യേണ്ട കുറച്ച് ഗ്രഹാചാരങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയപ്പെടുന്നത്. മിക്കവർക്കും രാവിലെ ചിലപ്പം പ്രാർത്ഥിക്കാനും സമയം കിട്ടിയെന്ന് വരികയില്ല. ചില സന്ധ്യയ്ക്ക് ചിലപ്പം വീഡിയോയിലെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമായിരിക്കും കുളിച്ചിട്ട് സന്ധ്യയ്ക്കായിരിക്കും ചിലപ്പോൾ വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം നമുക്ക് അസ്തമയത്തിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ വീട് മുറ്റമടിക്കുന്നുണ്ടെങ്കിൽ വീടൊക്കെ തൂത്തുവായിരുന്നുണ്ടെങ്കിൽ അസ്തമയത്തിന് മുമ്പായിട്ട് പ്രത്യേകിച്ചൊരു 5:30 മുമ്പൊക്കെ ആയിട്ട് കഴിവതും സാധിക്കുമെങ്കിൽ മുറ്റമൊക്കെ അടിച്ച് വീട്ടിനകമൊക്കെ തുടച്ച് നമുക്ക് വൃത്തിയാക്കാം. നമുക്ക് ആ ഒരു 5:30 നമുക്ക് ഓരോ ദിവസം അസ്തമയം ഓരോ സമയത്തായിരിക്കും. ചില ദിവസം 5:30 ചിലപ്പോൾ 5:45, ചിലപ്പോൾ 6 മണി, ചിലപ്പോൾ 6:15 ചിലപ്പോൾ രാത്രി കൂടിയും പകല് കൂടിയും രാത്രി കുറഞ്ഞും ഒക്കെ നമുക്ക് ഉത്തരായണ ദക്ഷിണായനമൊക്കെ മാറി തിരിഞ്ഞൊക്കെ വരാറുണ്ട്. അപ്പം നമുക്ക് അസ്തമയം നമുക്ക് കലണ്ടറിലോ പഞ്ചാംഗത്തിലോ ഒക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പം അസ്തമയത്തിന് മുമ്പായിട്ട് വീട്ടിൽ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. മുറ്റമടിച്ച് വൃത്തിയാക്കി അവിടെ ചാണകവും ചാരവും ചേർത്ത വെള്ളമോ അല്ലെങ്കിൽ ശുദ്ധമായ തുളസിയില ഇട്ട വെള്ളമോ കുടഞ്ഞ് ആദ്യം നമുക്ക് ഭഗവതിയെ വരവേക്കുക. ഐശ്വര്യത്തിൻ്റെ ദേവതയെ വരവേക്കാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ അസ്തമയത്തിന് മുമ്പ് തന്നെ എല്ലാം വൃത്തിയാക്കി ശുദ്ധമാക്കി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് തലേ ദിവസം കത്തിച്ച വിളക്ക് അല്ലെ രാവിലെ കത്തിച്ച വിളക്കും പാത്രങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി വേണം വൈകുന്നേരം നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട്. വിളക്ക് കത്തിക്കുമ്പം ചിലർക്കാണെങ്കിൽ പൂജാമുറി ഒന്നും കണ്ടുവെന്ന് വരികയില്ല. ഇപ്പം ഭഗവാന്മാരുടെ ഫോട്ടോ ഒന്നും ചിലപ്പോൾ കാണാതെ വെളിയൊരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളൊക്കെ നാരങ്ങാ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും തിങ്കളാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം നമുക്ക് എള്ളുകിഴി കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ശനിദോഷ ശമനത്തിന്, അതുപോലെ നാരങ്ങാ വിളക്ക് കത്തിക്കുന്ന സർവ്വദോഷ ശമനത്തിനും സഹായകമായിരിക്കും. വെള്ളിയാഴ്ച ദിവസവും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസവും ഒക്കെ നമുക്ക് നെയ്വിളക്ക് കത്തിക്കുകയാണെങ്കിൽ ധന അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥകൾ നമുക്ക് പറയാം. വ്യാഴാഴ്ച നെയ്വിളക്ക് കത്തിക്കുകയാണെങ്കിൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്ന അവസ്ഥകൾ നമുക്ക് പറയാം. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ കുറച്ചുകൂടെ പ്രാധാന്യം കൂടുതൽ കൽപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന ദേവതാ സങ്കല്പങ്ങൾ, ഇപ്പോൾ വ്യാഴാഴ്ചയാണ് മഹാവിഷ്ണുവിന്, വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഞായറാഴ്ചയാണ് ദേവിക്ക്, അതുപോലെ ഞായറാഴ്ചയാണ് ആദിത്യ ഭഗവാന്, ശനിയാഴ്ചയാണ് ശാസ്താവിന്. അപ്പം അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഇഷ്ടദേവതകളെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ആ ദിവസത്തിൻ്റെ അതിദേവതയെ കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗുണകരമായിരിക്കും. അപ്പം നമുക്ക് വൈകുന്നേരം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അസ്തമയത്തിന് മുമ്പായിട്ട് എല്ലാം പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുക. നമുക്ക് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം നമുക്ക് അസ്തമയ സൂര്യനെ കണക്കാക്കി നമ്മൾ വിളക്ക് കത്തിക്കുക. അസ്തമയ സൂര്യനും ഉദയസൂര്യനും ഭയങ്കര പ്രാധാന്യമാണ്. ഉദയസൂര്യനും അസ്തമയ സൂര്യനും കണക്കാക്കി വിളക്ക് കത്തിച്ചുകൊണ്ട് വൈകിട്ട് നാമജപം നമുക്ക് തുടങ്ങാം. ശ്രീസന്ധ്യ എന്ന് പറഞ്ഞ് ഏകദേശം സമയം പറയാം. ഞാനീ പറഞ്ഞ ഉദയത്തിൻ്റെ അസ്തമയത്തിൻ്റെ ഒക്കെ അനുസരിച്ചിട്ട് കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. എന്നാലും ഒരു 6:15 6:45 ഇടയ്ക്കുള്ള സമയമാണ് ത്രിസന്ധ്യ അല്ലെ ശ്രീസന്ധ്യ എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥനകൾ, സന്ധ്യാപ്രാർത്ഥനകൾ ധാരാളം പുസ്തകങ്ങളിൽ നിന്ന് കിട്ടാനുണ്ട്. അതിനകത്തൊക്കെ പറയുന്ന ശ്രീരാമൻ്റെ ആയാലും കൃഷ്ണൻ്റെ ആയാലും അതുപോലെ മഹാദേവൻ്റെ ആയാലും ഭഗവതിയുടെ ആയാലും ഗണപതിയുടെ ആയാലും വേലായുധ സ്വാമിയുടെ ആയാലും ഹനുമാൻ സ്വാമിയുടെ ആയാലും നമുക്ക് ഇഷ്ടദേവതകളുടെ എല്ലാ മന്ത്രം നമുക്ക് ശ്രീസന്ധ്യയ്ക്ക് ഇരുന്ന് ജപിച്ച് സമയമുണ്ടെങ്കിൽ സഹസ്രനാമങ്ങൾ ജപിക്കാം, അഷ്ടോത്തര ശതകങ്ങൾ ജപിക്കാം. സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൂക്തങ്ങൾ ജപിക്കാൻ വിധി പറയുന്നില്ല. അസ്തമയത്തിന് മുമ്പായിട്ട് ജപിക്കുന്നുണ്ട് സൂക്തങ്ങൾ ജപിക്കാം. അസ്തമയം കഴിഞ്ഞാൽ സൂക്തങ്ങൾ ജപിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഭാഗ്യസൂക്തം, സമ്മാസൂക്തം, ശ്രീകര സൂക്തങ്ങൾ, അങ്ങനെയുള്ള സൂക്തങ്ങളൊന്നും നമുക്ക് ഭദ്രകാളിയുടെ ഇഷ്ടസൂക്തം, ദേവിയുടെ ഇഷ്ടസൂക്തം, നാരായണ സൂക്തം, അതുപോലെ ശിവസൂക്തം, രുദ്രസൂക്തം, ഇങ്ങനെയൊക്കെയുള്ള സൂക്തങ്ങളൊക്കെ നമുക്ക് അസ്തമയത്തിന് മുമ്പായിട്ട് ജപിക്കുക. അസ്തമയം കഴിഞ്ഞ് ജപിക്കാതിരിക്കുക. അതുപോലെ പുഷ്പങ്ങൾ പറിക്കുമ്പോഴേ അസ്തമയത്തിന് മുമ്പായിട്ട് നമ്മൾ പുഷ്പങ്ങൾ പറിക്കണം. പുഷ്പങ്ങൾ പറിച്ചിട്ട് ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഭഗവാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു, ഭഗവാന്റെ ഭാഗത്തെ പുഷ്പങ്ങളൊക്കെ അർച്ചിക്കുന്നു സങ്കല്പിച്ചുകൊണ്ട് ഈ ഭഗവാന്റെ മന്ത്രം ജപിക്കുന്നതോടൊപ്പം തന്നെ ഓരോ പുഷ്പമെങ്കിലും ഒരു മന്ത്രം കഴിയുമ്പം ഈ വിളക്കത്തിടുകയാണെങ്കിൽ നമുക്ക് അവസാനം വരുമ്പോൾ ഈ പുഷ്പം കൂടി ആ വിളക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് നിൽക്കുന്ന അവസ്ഥ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വിളക്ക് കത്തിക്കുമ്പം പിന്നെ മുമ്പിൽ പുറകിലും ഒക്കെ ആയിട്ട് നാരങ്ങ വിളക്ക് വേണം കത്തിക്കാം. മൺചിരാതിൽ ശുദ്ധമായിട്ട് എണ്ണ ഒഴിച്ച് നമുക്ക് കത്തിക്കാം. ചന്ദനത്തിരി കത്തിക്കുന്നവരുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കർപ്പൂരം കത്തിക്കുന്ന സമ്പ്രദായമുണ്ട്. നമുക്ക് കർപ്പൂരം കത്തിച്ച്
പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന ഏറ്റവും ശുഭകരമായിട്ട് പറയുന്നത്. നമുക്ക് വിളക്ക് കെടുത്തുകയാണെങ്കിലും നമുക്ക് പുഷ്പം എടുത്ത് ഒരു പുഷ്പം മണപ്പിച്ച് കളഞ്ഞ് ഒരു പുഷ്പം നമുക്ക് തലയിൽ ചൂടിയ ശേഷം മറ്റൊരു പുഷ്പം വീണ്ടും മണപ്പിക്കുക. എന്നിട്ട് ആ പുഷ്പം കൊണ്ട് കെടുത്തുക. നമുക്ക് കുത്തിക്കെടുത്താതിരിക്കുക, അല്ലെങ്കിൽ തിരി പുറകോട്ട് നമുക്ക് വലിച്ചിട്ട് നമുക്ക് എണ്ണയ്ക്കകത്ത് തിരിയിട്ട് കെടുത്താം. നമുക്ക് പിന്നെ സമ്പ്രദായം പറയുന്നുണ്ട്, എഴുന്തിരി എരിഞ്ഞാലും കരിന്തിരി എരിയാൻ പാടില്ല എന്ന് പറയാറുണ്ട്. നമ്മൾ ഈ വിളക്ക് കത്തിച്ചിട്ട് അകത്തോട്ട് സീലിലോ അല്ലെ വേറെ രാത്രിത്തേക്ക് ഭക്ഷണം തയ്യാറാക്കാനോ ഒക്കെ പോവുകയാണെങ്കിൽ ഇത് കരിന്തിരി കത്തിപ്പോയാൽ ദോഷമായിട്ടാണ് പറയപ്പെടുന്നത്. അവിടെ നമ്മുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ത്രിസന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിളക്ക് നമുക്ക് എടുത്താം. വിളക്ക് കിടത്തുന്ന ഈ 2 തിരി വിളക്ക് കിടത്തുക. ഒന്നുകിൽ പുഷ്പം കൊണ്ട് കിടത്തുക, അല്ലെങ്കിൽ തിരി പുറകോട്ടായി കിടത്തുക. നമ്മൾ ഈ കൈകൊണ്ട് വീശി കഴിവതും കെടുത്താതിരിക്കുക. തിരി നിവൃത്തിയില്ലെങ്കിൽ മാത്രം വീശി കെടുത്തുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. സന്ധ്യ കഴിഞ്ഞാൽ കഴിവതും ഈ പറഞ്ഞ പോലെ പുഷ്പങ്ങൾ പറിക്കാതിരിക്കുക, ആയുധങ്ങൾ കൊടുക്കാതിരിക്കുക, തൈര്, പാല്, വെണ്ണ, നെയ്യ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൈമാറ്റം ചെയ്യാതിരിക്കുക, അന്യഗ്രഹത്തിൽ സന്ധ്യ കഴിഞ്ഞ് പോകാതിരിക്കുക, ദൂരെ യാത്രകൾ ചെയ്യാതിരിക്കുക. ഇതൊക്കെ നമുക്ക് അസ്തമയം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാതിരിക്കുന്നത് ഏറ്റവും സഹായമാണ്. നമ്മുടെ ഐശ്വര്യത്തിന് ഏറ്റവും വളരെ ഗുണകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ ആചരണ രീതിയായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.